ഹലോ കൂട്ടുകാരെ, നമുക്കിത് ഗ്രേഡ് 7 ഫ്രാക്ഷൻസ് ആൻഡ് ഡെസിമൽസ് എന്ന ചാപ്റ്ററിലെ സെക്കൻഡ് എക്സസൈസിലെ 5th ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഇതൊരു വേർഡ് പ്രോബ്ലം ആണ്. ക്വസ്റ്റ്യൻ ശരിക്കും വായിച്ച് നോക്കി മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. സെയിലി പ്ലാന്റ്സ് 4 saplings in a row in her garden. The distance between 2 adjacent saplings is 3/4 meter. Find the distance between the first and the last sapling. എന്താണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളതെന്ന് കറക്റ്റ് മനസ്സിലാക്കാം. Sally plants 4 saplings in a row. The distance between 2 adjacent saplings is 3/4. അപ്പോൾ നമുക്ക് അതൊന്ന് ഒരു ലൈനിൽ വരച്ച് നോക്കാം. ഒരു റോയിൽ സെയിലി 4 പ്ലാന്റ്സ് ആണ് പ്ലാന്റ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഡിസ്റ്റൻസ് 3/4 മീറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് പ്ലാന്റ്, ഇത് സെക്കൻഡ് പ്ലാന്റ്, ഇത് തേർഡ് പ്ലാന്റ്, ഇത് ഫോർത്ത് പ്ലാന്റ്. ഇവരുടെ ഓരോരുത്തരുടെയും ഡിസ്റ്റൻസ് 3/4 ആണ്. ഇനി എന്താ പറഞ്ഞിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ? ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് സാപ്ലിംഗ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. ഫസ്റ്റും ലാസ്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3/4 + 3/4 + 3/4 ചെയ്താലും ഡിസ്റ്റൻസ് കിട്ടും. ഓരോന്നും 3/4 മീറ്റർ ഡിസ്റ്റൻസിലാണ് ഉള്ളതെന്ന് ക്വസ്റ്റ്യനിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3/4 + 3/4 + 3/4 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുന്നു 9/4 എന്ന. പക്ഷേ ഇങ്ങനെ നമ്മുടെ അടുത്ത് കുറേ നമ്പറുകൾ തന്നിട്ടുണ്ടെങ്കിലോ, കുറേ പ്ലാന്റ്സും ഒക്കെ ഉണ്ടെങ്കിലോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര ഗ്യാപ്സ് ഉണ്ട്, എത്ര പ്ലാന്റ്സ് ഉണ്ട്, എത്ര ഗ്യാപ്സ് ഉണ്ട് എന്ന് നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ഇവിടെ മുതൽ ഇങ്ങോട്ട് ഒരു ഗ്യാപ്പ് 3/4ൻ്റെ, ഇങ്ങോട്ടൊരു ഗ്യാപ്പ് 3/4ൻ്റെ, ഇങ്ങോട്ടൊരു ഗ്യാപ്പ് 3/4ൻ്റെ. 3 ഗ്യാപ്സ് ഉണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ 3 × 3/4 മതിയല്ലോ. 3 × 3 is 9/4. മനസ്സിലായോ എൻ്റെ കൂട്ടുകാർക്ക് ഇതെങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന്? 3/4 മീറ്റർ ഡിസ്റ്റൻസിൽ എത്ര ഗ്യാപ്പുകൾ ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് നോക്കി. അപ്പോൾ ഇത് ഫസ്റ്റ് ഗ്യാപ്പ്, ഇത് സെക്കൻഡ് ഗ്യാപ്പ്, ഇത് തേർഡ് ഗ്യാപ്പ്. അപ്പോൾ ആ 3/4നെ നമ്മൾ 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സോൾവ് ചെയ്യുന്നത് നോക്കാം കേട്ടോ. പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. നമ്പർ ഓഫ് സാപ്ലിങ്സ് 4. അത് കഴിഞ്ഞ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 അഡ്ജസൻറ്റ് സാപ്ലിങ്സ്. ഈ 2 സാപ്ലിങ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് 3/4 ആണ്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് സാപ്ലിംഗ്. അപ്പോൾ എത്ര ഗ്യാപ്പുകൾ ഉണ്ടോ എന്ന് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കിയിട്ട് വേണം എഴുതാൻ. ഈ 4 എടുത്തിട്ട് 4 × 3/4 എന്ന് എഴുതാൻ പാടില്ല. കാരണം ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഫസ്റ്റ് പ്ലാന്റും സെക്കൻഡ് പ്ലാന്റും തമ്മിൽ 3/4 ഡിസ്റ്റൻസ് ഉണ്ട്. സെക്കൻഡും തേർഡും കൂടെ 3/4 ഡിസ്റ്റൻസ് ഉണ്ട്. തേർഡും ഫോർത്തും കൂടെ 3/4 ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ 3 × 3/4 ആണ് ചെയ്യേണ്ടത്. ഇങ്ങനൊരു മിസ്റ്റേക്ക് ആരും ചെയ്യരുത് കേട്ടോ. 4 × 3/4 എന്ന് എഴുതി വെക്കരുത്. അപ്പോൾ നിങ്ങളുടെ ആൻസർ തെറ്റിപ്പോവും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ 3 × 3 is 9/4. ഇനി ഇതിനെ മിക്സ് ഫ്രാക്ഷനിലുള്ള ആൻസറായിട്ട് എഴുതാം നമുക്ക്. 9 / 4. 2 4s are 8. 9 - 8 is 1. 2 1/4. ഇതാണ് നമ്മുടെ ആൻസർ കേട്ടോ. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ആർക്കെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കണം. പിന്നെ കൂട്ടുകാരെ, ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ എല്ലാവരുടെ അടുത്തും നമ്മുടെ വീഡിയോസിനെ കുറിച്ച് പറയണേ കൂട്ടുകാരെ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.